രക്ഷിക്കൂ, 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 എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. രക്ഷിക്കൂ, രക്ഷിക്കൂ. എടാ, ഈ കോളേജിലെ സയൻസ് സെക്ഷൻ ഏതാ? ഗിരീഷ് ചൗബെ, രഞ്ജിത് ഠാക്കൂർ, കമൽ സക്സേന, ഇക്ബാൽ ഖാദ്രി എന്നിവരെ അറിയോ? അവിടെ നിൽക്കുന്നുണ്ട്. ഏയ് നിക്കവിടെ. നിങ്ങളെ നാലുപേരെയും ശാന്തി ഹൻസ്പാലിനെ കൊന്നതിന് ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. അല്ല, അവരെ ആരും കൊന്നല്ല സാർ. എല്ലാവർക്കും അറിയാം ശാന്തി ഹൻസ്പാൽ ആത്മഹത്യ ചെയ്തതാണെന്ന്. ശരിയായിരിക്കാം, പക്ഷെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതല്ലേ? അതിന് കാരണക്കാര് നിങ്ങളല്ലേ? എടോ ഇൻസ്പെക്ടറെ, തനിക്ക് എന്നെ തൊടാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് അറിയോ എനിക്ക്? നീ ആരാണെന്ന് എനിക്കറിയാടാ. നീ സിറ്റിയിലെ ഫേമസ് ബിൽഡർ ഉമേഷ് ചൗബയുടെ തലരിച്ച വിത്തല്ല. എന്റെ പേര് ഇൻസ്പെക്ടർ സുർവേ എന്നാ. ഇൻസ്പെക്ടർ സഞ്ജീവ് സുർവേ. പിടിച്ച് കേട്ടടാ. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. ഇത് കാരണം നമ്മുടെ കോളേജിന് ചീത്തപ്പേരുണ്ടായിന്നേ പറയണ്ടു. ആ പറഞ്ഞു നേരാ. പക്ഷെ ആ 4 സ്റ്റുഡൻസും പുത്തൻ പണക്കാരുടെ മക്കളാ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എന്തിനാണ് ശാന്തി ഹൻസ്പാൽ മരിച്ചതെന്ന് ഒരാൾക്കും അറിയില്ലല്ലോ സാറേ. ശാന്തിയെ ജീവനോട് അവസാനമായി കണ്ടത് പ്രൊഫസർ ശർമ്മയാണത്രേ. സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. പക്ഷേ ഇന്ന് പ്രൊഫസർ ശർമ്മ എത്തിയിട്ടില്ലല്ലോ. അവ അറിഞ്ഞില്ലേ? ആൾക്ക് തീരെ സുഖമില്ല. മനക്കെട്ടിയില്ലാത്ത ആളല്ലേ. ആളാകെ തളർന്നുപോയി. സംഭവം നേരിട്ട് കണ്ടതല്ലേ. ആഘാതം താങ്ങാൻ പറ്റിയില്ല. എന്താ അത് സാറേ, ഇത്രയ്ക്കും കൂട്ടി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കണ്ടില്ലേ, മാലതിക്ക് വല്ലാതെ വിഷമായി. അവര് നേരെ പ്രൊഫസർ ശർമ്മയുടെ വീട്ടിലേക്കായിരിക്കും പോയത്. മാലതിയും പ്രൊഫസർ ശർമ്മയും തമ്മില് അത്രയ്ക്ക് അടുപ്പമുണ്ടോ സാറേ? അങ്ങനെ ഒരു സംശയമുണ്ട്. രണ്ടാളും ക്രോണിക് ബാച്ചിലേഴ്സ് അല്ലേ? അല്ല, മാലതി മാഡം ഇവിടെ? വരൂ വരൂ. എന്താ ഇത് പ്രൊഫസർ ശർമ്മ? സാറിന് സുഖമില്ലെന്ന് സ്റ്റാഫ് റൂമിൽ വെച്ചാ ഞാൻ അറിഞ്ഞത്. സാറിനൊരു ഫോണെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? മാഡം ഇരിക്കൂ. ഇരിക്കൂ മാഡം. നമ്മുടെ കോളേജിലെ ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ.
അവരുടെ പ്രധാന സബ്ജക്റ്റ് പരദൂഷണം തന്നെയാ. എനിക്ക് നിങ്ങളോട് ബഹുമാനമാ. വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ച് സാറിന് ചിന്തിക്കാതിരുന്നാൽ പോരെ. പക്ഷെ എനിക്കുള്ള പരാതി മറ്റൊന്നാണ്. മിസ് മാലതി, ഞാൻ പറഞ്ഞു വന്നത് പ്രൊഫസർ, സാറിന്റെ ഇപ്പോഴത്തെ മനോനില എന്താണെന്ന് എനിക്കറിയാം. സാർ എല്ലാം നേരിട്ട് കണ്ടു. എനിക്കാണ് ഈ അനുഭവം ഉണ്ടായതെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയേനെ. എങ്കിലും ആ കുട്ടിയുടെ ജീവൻ പോയില്ലേ? ആ മാഡം പറഞ്ഞ ശരിയാ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ രംഗം മനസ്സിൽ നിന്നും മായുന്നില്ല. കണ്ണടച്ചാൽ ആ രംഗം തന്നെ വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നു. സ്വസ്ഥത നശിച്ചു. ശാന്തി ഹൻസ്പാൽ എത്ര നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. ആ കുട്ടി എന്നെ സ്വന്തം ചേച്ചിയെ പോലെയാ കരുതിയിരുന്നത് സാറേ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാൻ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ വിധി മറ്റൊന്നായിരുന്നു. എനിക്ക് അവളെ രക്ഷിക്കാനായില്ല. അവൾ എടുത്തു ചാടി. പക്ഷെ എന്താണ് കാരണമെന്ന് സാറിന് വല്ല സൂചനയും കിട്ടിയോ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ 4 കുട്ടികളെ അറസ്റ്റും ചെയ്തു. പക്ഷേ അവർ എന്ത് തെറ്റു ചെയ്തു എന്ന് മനസ്സിലാവുന്നില്ല. സാറേ, എന്തൊക്കെയായാലും ശാന്തിയുടെ വീട്ടുകാർക്കല്ലേ കൂടുതൽ നഷ്ടമുണ്ടായത്. ശാന്തി മരിച്ചില്ലേ? ശാന്തി ഹൻസ്പാൽ എന്ന കുട്ടിയെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല സാറേ. എനിവേ, ഞാൻ ഇറങ്ങുകയാണ്. സാർ ആരോഗ്യം ശ്രദ്ധിക്കണം. ആൻഡ് ഇഫ് യു നീഡ് എനിത്തിങ് പ്ലീസ് ലെറ്റ് മീ നോ. താങ്ക് യു. താങ്ക്സ് ഫോർ ദ കൺസേൺ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ബൈ. ബൈ. ഓർഡർ, ഓർഡർ. പബ്ലിക് പ്രോസിക്യൂട്ടർ രാം സിംഗ് തിവാരി, പ്ലീസ് പ്രൊസീഡ്. യെസ് യുവർ ഓണർ. യുവർ ഓണർ, സ്കൂളും കോളേജും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സ്പഷ്ടമായി പറഞ്ഞാൽ വിദ്യാകേന്ദ്രങ്ങളാണ്. പക്ഷെ ഈ 4 പണക്കാരുടെ മക്കളും നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ ഒരിക്കലും ബഹുമാനിക്കുന്നവരല്ല. ഇവരെ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കുന്നത് തന്നെ ശരിയാണെന്ന് തോന്നുന്നില്ല. ഇവർ കോളേജിൽ വരുന്നത് പഠിക്കാനല്ല, മറിച്ച് തല്ലുണ്ടാക്കാനാ. ജൂനിയർ സ്റ്റുഡൻസിനെ റാഗ് ചെയ്യുന്നതാണ് ഇവരുടെ വിനോദം. ഇവർ സ്വന്തം കോളേജിലെ പുതിയ ബാച്ചിലെ ആൺകുട്ടികളെ റാഗ് ചെയ്യാറുണ്ട്, ടോർച്ചർ ചെയ്യാറുണ്ട്. ഇവരുടെ ഇരകൾ സാധാരണയായി നല്ല മാർക്ക് വാങ്ങി കോളേജിൽ ചേർന്ന കുട്ടികളുമായിരിക്കും. ഈ 4 പേരും കൂടി ഇത്തവണ റാഗ് ചെയ്തത് ശാന്തി ഹൻസ്പാൽ എന്ന പെൺകുട്ടിയായിരുന്നു. ശാന്തിയെ ഇവർ റാഗ് ചെയ്തു. ഇവർ 4 പേരും കൂടി ആ പെൺകുട്ടിയെ അതിരുവിട്ട് അപമാനിച്ചു. ഇവർ ശാന്തി ഹൻസ്പാലിനെ വൃത്തികെട്ട പദങ്ങൾ യൂസ് ചെയ്ത് വേദനിപ്പിച്ചു. യുവർ ഓണർ, ശാന്തിക്ക് ആ അപമാനം സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഇവർ ശാന്തിയോട് വളരെ മോശമായി പെരുമാറി. തന്മൂലം ശാന്തിക്ക് മനോനില തന്നെ തെറ്റി. ദുഃഖവും അപമാനവും താങ്ങാനാകാതെ സ്വന്തം ജീവന് തന്നെ വില കൽപ്പിക്കാതെ ആ കോളേജിന്റെ ടെറസിൽ നിന്നും ശാന്തി താഴേക്ക് ചാടി. ശാന്തിയുടെ മരണത്തിന് കാരണക്കാർ ഈ 4 പേരാണ്. യുവർ ഓണർ, ഇത്തരം ആൺകുട്ടികൾക്കെതിരെ കർശനമായ നിയമവും ശിക്ഷയും നടപ്പാക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം അപരാധികൾക്കെതിരെ കോടതി മാതൃകാപരമായ വിധി പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ റാഗിംഗ് എന്ന പേരിൽ അപകടകരമായ ഈ ഹീനകൃത്യം തുടർന്നുകൊണ്ടേയിരിക്കും. ശാന്തി ഹൻസ്രാജിനെ പോലെ ആയിരക്കണക്കിന് പാവം പെൺകുട്ടികൾ ഇനിയും ഈ രാജ്യത്ത് കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. യുവർ ഓണർ, യുവർ ഓണർ, എനിക്ക് കോടതിയോട് ഒന്നേ അപേക്ഷിക്കാനുള്ളൂ. ഈ 4 ആൺകുട്ടികളോടും ഒരു തരത്തിലുമുള്ള ദയയും കാണിക്കരുത്. ഇവർക്ക് ബഹുമാനപ്പെട്ട കോടതി കഠിനമായ ശിക്ഷ നൽകണം. റാഗിംഗ് നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ശിക്ഷ ഒരു പാഠമായിരിക്കണം. ദാറ്റ്സ് ആൾ യുവർ ഓണർ. യുവർ ഓണർ, പബ്ലിക് പ്രോസിക്യൂട്ടർ വികാരവിവശനായി
ഈ കേസിന്റെ മർമ്മപ്രധാനമായ ഒരു സംഭവം വിവരിക്കാതെ വാദം അവസാനിപ്പിച്ചിരിക്കുന്നു. കോളേജ് റാഗിങ്ങിന് അദ്ദേഹം നീചകൃത്യമെന്ന പേര് നൽകി എന്റെ കക്ഷികളായ ഈ 4 പേരെ അപരാധികളെന്ന് മുദ്രകുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു സാധാരണമായ ആത്മഹത്യാ കേസ് മാത്രമാണ്. ഇതിനെ അദ്ദേഹം കൊലക്കേസാക്കി മാറ്റി അത് നടത്തിയത് ഈ 4 പേരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഈ 4 കുട്ടികളും കോളേജിലെ വളരെ സമർത്ഥരായ ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്. ഈ 4 കുട്ടികൾ ആത്മഹത്യ ചെയ്ത ശാന്തി ഹൻസ്ലാലിനെ ഒരിക്കലും റാഗ് ചെയ്തിട്ടില്ല, മോശമായി പെരുമാറിയിട്ടുമില്ല. സത്യം പറഞ്ഞാൽ സംഭവിച്ചു മറ്റൊന്നാണ്. സത്യം ഞാൻ കോടതിയിൽ ബോധ്യമാക്കാം. സംഭവം നേരിട്ട് കണ്ട ഒരു വ്യക്തിയെ, സത്യസന്ധനും മാന്യനുമായ ആ ദൃക്സാക്ഷിയെ ഞാൻ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കാം. ആ വ്യക്തിയെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മൊഴി ഈ കേസിന്റെ സത്യാവസ്ഥയ്ക്കുമേൽ തീർച്ചയായും വെളിച്ചം വീശും. ആ ദൃക്സാക്ഷിയെ ഞാൻ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കാം. ആ വ്യക്തിയെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മൊഴി ഈ കേസിന്റെ സത്യാവസ്ഥയ്ക്കുമേൽ തീർച്ചയായും വെളിച്ചം വീശും. ആ ദൃക്സാക്ഷിയാണ് പ്രൊഫസർ വിശാൽ ശർമ്മ. യുവർ ഓണർ, കോടതി പ്രൊഫസർ വിശാൽ ശർമ്മയ്ക്ക് വിറ്റ്നസ് ബോക്സിൽ വരാനുള്ള അനുവാദം നൽകണം. താങ്ക് യു യുവർ ഓണർ. പ്രൊഫസർ വിശാൽ ശർമ്മ സാക്ഷിക്കൂട്ടിലേക്ക് വരണം. ഞാൻ കോടതിയെ സത്യമേ ബോധിപ്പിക്കൂ. ഞാൻ സത്യം മാത്രമേ പറയൂ. ഞാൻ കോടതിയെ സത്യമേ ബോധിപ്പിക്കൂ. ഞാൻ സത്യം മാത്രമേ കോടതിയിൽ പറയൂ. പ്രൊഫസർ വിശാൽ ശർമ്മ, താങ്കൾ മിസ് ശാന്തി ഹൻസ്പാലിനെ അറിയില്ലേ? ശാന്തി ജൂലൈ 15 കോളേജിന്റെ 3-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അറിയാം, എനിക്കറിയാം. ശാന്തി ഹൻസ്പാലിനെ ഞാൻ ജൂലൈ 15 അവസാനമായി കാണുകയുണ്ടായി. അന്ന് എന്താണ് ഉണ്ടായതെന്ന് വിശദീകരിക്കാമോ? പറയാം. അന്ന് 11 മണിവരെ ഞാൻ എന്റെ റൂമിൽ തനിച്ചായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി വളരെ ദേഷ്യപ്പെട്ട അവസ്ഥയിൽ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് എന്റെ അടുത്തേക്ക് വന്നു. ആ കുട്ടിയെ കണ്ട് ഞാൻ ഭയന്നുപോയി. ആ കുട്ടിയുടെ വസ്ത്രം പലയിടങ്ങളിലും കീറിയിരുന്നു. ചോദിച്ചപ്പോൾ ഗിരീഷ് ശോഭയുമായി വഴക്കുണ്ടായെന്നാണ് ശാന്തി പറഞ്ഞത്. ഗിരീഷിനെ അവൾ പ്രേമിക്കുന്നുവെന്നും എന്നാൽ ഗിരീഷിന് അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതുമാണ് വഴക്കിന് കാരണമത്രേ. ശാന്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ദേഷ്യമാണ് വന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇത് പഠിക്കാനുള്ള കാലമാണ്, അതുകൊണ്ട് പഠിക്കുക. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ അറിയിക്കുമെന്ന് താക്കീത് നൽകുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ ആ കുട്ടി കൂടുതൽ വയലന്റായി. ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി. ഞാൻ ആകെ പേടിച്ചുപോയി. ഞാൻ അവളെ തടയാൻ ശ്രമിച്ചു. അവൾ അവളുടെ മൂർച്ചയുള്ള നഖം കൊണ്ട് എന്റെ കയ്യിൽ മുറിവേൽപ്പിച്ച ശേഷം ടെറസിലേക്ക് ഓടിക്കയറി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി. ഞാൻ ശാന്തിയെ എന്നാൽ കഴിയുന്ന രീതിയിൽ തടയാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് ആ ശാഠ്യക്കാരിയായ പെൺകുട്ടിയെ രക്ഷിക്കാനേ കഴിഞ്ഞില്ല. യെസ്, ഇതാണ് ഉണ്ടായത്.
ഇരു കക്ഷികളുടെയും വക്കീലന്മാരുടെ വാദങ്ങളും സാക്ഷിമൊഴികളും പ്രത്യേകിച്ചും പ്രൊഫസർ വിശാൽ ശർമ്മയുടെ മൊഴിയും കേട്ട ശേഷം കോടതി ഈ കേസിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു. ശാന്തി ഹൻസ്പാലിനെ രക്ഷിക്കാൻ പ്രൊഫസർ വിശാൽ ശർമ്മ ആവുന്നതും ശ്രമിച്ചതായി കോടതിക്ക് ബോധ്യമായി. ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് പരിക്കുമേറ്റു. ശ്രമം പരാജയപ്പെട്ടുവെന്നതും സത്യം തന്നെ. ഈ കോടതി ഈ കേസിനെ ആത്മഹത്യയായി തന്നെ കാണുന്നു. മറ്റാർക്കും തന്നെ ശാന്തി ഹൻസ്പാലിന്റെ മരണത്തിൽ പങ്കുള്ളതായി കോടതി കരുതുന്നില്ല. പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്ത സഞ്ജയ് ഠാക്കൂർ, ഗിരീഷ് ചൌബെ, കമൽ സക്സേന, ഇക്ബാൽ ഖാദരി എന്നിവർ നിരപരാധികളാണ്. അവർക്ക് ശാന്തി ഹൻസ്പാലിന്റെ മരണവുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഈ കോടതി 4 പേരെയും നിരുപാധികം വിട്ടയക്കുന്നു. പ്രൊഫസർ ശർമ്മ, അങ്ങയുടെ മൊഴി കേസിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചു. ഞാൻ സ്വപ്നത്തിൽ കൂടി കരുതിയതല്ല സത്യം ഇതായിരിക്കുമെന്ന്. അതെ മിസ് മാലതി, ഞാൻ കോടതിയെ ബോധിപ്പിച്ച കാര്യം തന്നെയാണ് സത്യം. താങ്കൾ അത് ചെയ്തത് വളരെ നന്നായി. അങ്ങ് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിരപരാധികളായ ചെറുപ്പക്കാരുടെ ജീവിതം തകരുമായിരുന്നു. ആ ചെറുപ്പക്കാരുടെ ജീവിതം ഇരുമ്പഴിക്കുള്ളിലാകുമായിരുന്നു. ശാന്തിയുടെ വീട്ടുകാർക്കൊപ്പം 4 കുടുംബങ്ങൾ കൂടി കണ്ണീരിൽ മുങ്ങുമായിരുന്നു. പക്ഷേ ഒരു കാര്യം ഇന്നും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതെന്താ? എന്താണത് മാഡം? ശാന്തിയും ഞാനും തമ്മിൽ വളരെ നല്ല സൗഹൃദമായിരുന്നു. എന്നെ അവൾക്ക് വിശ്വാസവുമായിരുന്നു. പക്ഷെ ഒരിക്കലും അവൾ ആ പ്രേമത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം എന്നോട് മിണ്ടിയിട്ടില്ല. അവൾ എന്നെ കാണാൻ വന്നിരുന്നത് തന്നെ ക്ലാസ്സിലെ സംശയങ്ങൾ ചോദിക്കാൻ മാത്രമായിരുന്നു. അത്രയ്ക്ക് നല്ല സ്റ്റുഡന്റ് ആയിരുന്നവൾ. പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാ. ആരും തുറന്നു പറയുകയില്ല. പുറത്തറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമല്ലോ എന്ന് കരുതി മറച്ചു വയ്ക്കും. അവളുടെ പ്രായവും അതായിരുന്നല്ലോ. നിഷ്കളങ്കമായ പ്രായം, വികാരാവേശത്തിന്റെ പ്രായം. ഈ പ്രായത്തിൽ പെൺകുട്ടികളുടെ മനസ്സറിയുക വളരെ പ്രയാസം പിടിച്ച കാര്യമാണ്. എന്നോട് ശാന്തി അക്കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവളെ സഹായിക്കാനാകുമായിരുന്നു. ഇല്ല മാലതി, ഇങ്ങനെയുള്ളവരെ ആർക്കും സഹായിക്കാനാവില്ല. എല്ലാം വിധിയാണെന്നേ. അരുതാത്തത് സംഭവിച്ചു. എന്നിരുന്നാലും ശാന്തി ഹൻസ്പാലിന്റെ നിഷ്കളങ്കമായ ആ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല.
ആരാത്? ആരാ അവിടെ? Who's there? ആരാണ്? മിസ് മാലിക്. സോറി സോറി. എന്തു പറ്റി മാഡം? ആകെ പേടിച്ച പോലെ ഉണ്ടല്ലോ. അത് ഞാൻ വാട്ട്? ഞാൻ ഒരു ശബ്ദം കേട്ടു. സ്റ്റാഫ് റൂമിന്റെ പുറത്തു നിന്നാണ് കേട്ടത്. ആരോ ഓടിയ പോലെ തോന്നിയത്. പക്ഷെ ആരെയും കണ്ടില്ല. ഞാൻ വരാന്തേ വന്ന് നോക്കിയപ്പോഴും ആരെയും കണ്ടില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും വന്നിട്ടില്ല. ഒരു പക്ഷെ എല്ലാം എനിക്ക് തോന്നിയതുമാകാം. ഞാൻ പോട്ടെ, എനിക്ക് പേപ്പർ ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ. നിൽക്കൂ, അവിടെ നിൽക്കാൻ. എന്തിനാണ് ഓടുന്നത്? നിൽക്കൂ, ആരാണത്? നിൽക്കാൻ. നിൽക്കൂ, നിൽക്കൂ അവിടെ. ശാന്തി, ശാന്തി, ഹൻസ്പാൽ, കുട്ടി, കുട്ടി. മാലതി മാഡം, എന്തു പറ്റി? ആരോടാണ് സംസാരിക്കുന്നത്? മാലതി മാഡം, എന്തു പറ്റി? പ്രൊഫസർ ശർമ്മ, ശാന്തി, ശാന്തി, ശാന്തി. ശാന്തിയോ? ഏത് ശാന്തി? ശാന്തി ഹൻസ്പാൽ. വാട്ട്? നിങ്ങൾക്ക് എന്താണ് പറ്റിയത്?
ഞാൻ കാര്യമായിട്ട് തന്നെ പറയുന്നത്. ഞാൻ ഇപ്പൊ ശാന്തിയെ കണ്ടു. ഞാൻ നേരിട്ട് കണ്ടു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? മരിച്ചവരെപ്പോഴെങ്കിലും തിരിച്ചു വരാറുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ശാന്തിയെ ഇവിടെ വെച്ചാണ് കണ്ടത്. ഇവിടെ വെച്ച്. ശരി, എനിക്ക് മനസ്സിലായി. ശാന്തിയെ എനിക്ക് മറക്കാൻ കഴിഞ്ഞു, പക്ഷെ മാഡത്തിന് ഇനിയും അതിന് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതല്ല. എല്ലാം തോന്നലാണ് മിസ് മാലതി, വെറും തോന്നൽ മാത്രം. ഇനി ഒന്നും പറയണമെന്നില്ല. ഞാൻ മാഡത്തിനെ വീട്ടിൽ വിടാം. ഇന്നിനി ജോലി ഒന്നും ചെയ്യേണ്ട. ഒന്ന് നന്നായി വിശ്രമിച്ചോളൂ. പറയുന്ന കേൾക്കൂ. പ്ലീസ് വരൂ. വരൂ. അതല്ലാന്നേ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അത് ശരിക്കും അവള് തന്നെയായിരുന്നോ? കുടിച്ച കാരണം വെറുതെ തോന്നിയതാവുമോ? വെറുതെ വിഡിത്തം പറയല്ലേ. അപ്പൊ നിങ്ങൾ വെള്ളത്തിലായിരുന്നു, ഞാൻ കഴിച്ചിരുന്നില്ല. ഒന്നും മിണ്ടായിരിക്കടാ. രഞ്ജിത്തെ, ആ കസറ്റ് ഒന്ന് വിളിച്ചേ. നീ റിവെന്റ് ചെയ്തേ. മതി മതി. എടാ, ഇതിലൊന്നും ഇല്ലെന്നേ. നമ്മൾ വെറുതെ പേടിച്ചു പോയി. എല്ലാം നമുക്ക് വെറുതെ തോന്നിയതാടാ. വെറും തോന്നലല്ല, യാഥാർത്ഥ്യമാണ്. കോടതി നിങ്ങളെ വെറുതെ വിട്ടിരിക്കാം, പക്ഷേ എന്നിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ഞാൻ നിങ്ങളെ ഒരാളെയും വെറുതെ വിടില്ല. അല്ല മാലതി ടീച്ചർ, ബെല്ലടിച്ച് കേട്ടില്ലേ? കേട്ടു. എന്നാ വീട്ടിൽ പോകാം. ഞാൻ ടീച്ചറെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട പ്രൊഫസർ, ഇന്ന് എനിക്ക് കുറേ ജോലികൾ തീർക്കാനുണ്ട്. ഈ പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, എങ്കിൽ ഞാൻ പോട്ടെ. ശരി. ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. താങ്ക് യു. ബൈ.
ശാന്തി, നീയോ? അതെ, ഞാൻ തന്നെ. പക്ഷേ നീ ഇവിടെ? അതെ, ഞാൻ ജീവിച്ചിരിപ്പില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാനൊരു ശരീരമല്ല, ആത്മാവ് മാത്രം. പക്ഷേ എന്നെ എന്തിനു കാണാൻ വന്നു? ഇനി നിന്റെ ആത്മാവ് അശാന്തമായി അലയുന്നുവെങ്കിൽ നീ എന്നോട് പറയൂ, ഞാനതിനുള്ള പൂജാവിധികൾ ചെയ്യാം. വേണ്ട ചേച്ചി, പൂജകൾ കൊണ്ട് എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എനിക്ക് നീതി കിട്ടിയാലേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. നീതിയോ? നിന്നോടാരാണ് അനീതി കാണിച്ചത്? മറിച്ച് നീ ഗിരീഷിനോട് വിവാഹം കഴിക്കാൻ നിർബന്ധം പിടിച്ചില്ലേ? ഇക്കാര്യം പ്രൊഫസർ ശർമ്മ കോടതിയിൽ പറഞ്ഞതാണ്. പക്ഷെ ഇത് സത്യമല്ല ചേച്ചി. അപ്പൊ സത്യം എന്താണ് ശാന്തി? സത്യം എന്താണെന്നോ? ഞാൻ ആത്മഹത്യ ചെയ്തതല്ല, എന്നെ കൊലപ്പെടുത്തിയതാണ്. നീ എന്താണ് പറയുന്നത്? ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് നീ താഴെ വീഴുന്നത് കണ്ടതല്ലേ? അതെന്റെ ദൗർഭാഗ്യമാണ്. ഞാൻ താഴെ വീണു മരിച്ചു. പിന്നീട് പേരുദോഷവും വന്നു. പക്ഷേ ഇതൊന്നും ആർക്കും തന്നെ അറിയില്ലല്ലോ ശാന്തി. അതൊക്കെ നുണയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോളേജിൽ ആർക്കും അറിയാത്തതാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചേച്ചിക്കും അറിയാത്തതാണ്. പിന്നെ ചേച്ചി, ഞാൻ ഈ പറയാൻ പോകുന്നത് കോടതിയിൽ പ്രൊഫസർ ശർമ്മ ഒളിച്ചു വെച്ച കാര്യമാണ്. പക്ഷെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ചേച്ചി എനിക്ക് വാക്ക് തരണം. വാക്കു തരൂ ചേച്ചി. ചേച്ചി എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് വാക്കു തരൂ. എനിക്ക് നീതി കിട്ടാൻ ചേച്ചി എന്നെ സഹായിക്കുമെന്ന്. ശരി ശാന്തി, ഞാൻ വാക്ക് തരുന്നു. ഞാൻ നിനക്കൊപ്പം ഉണ്ടായിരിക്കും. നിനക്ക് നീതി കിട്ടാൻ ഞാൻ നിന്നെ സഹായിക്കും. കാരണം എന്താണെന്നോ? കോടതിയിൽ ഞാൻ കേട്ട കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശാന്തി. പറയൂ കുട്ടി, സത്യം എന്താണ്? ഇല്ല ചേച്ചി, ഇപ്പോ വേണ്ട. ചേച്ചിയെ ഞാൻ തന്നെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താം. പക്ഷെ അതിന് ചേച്ചി കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ശരി, ഞാൻ കാത്തിരിക്കാം ശാന്തി. കാരണം എനിക്ക് വിശ്വാസമുണ്ട്, മനുഷ്യർ നുണ പറയാറുണ്ട്, എന്നാൽ ആത്മാക്കൾ ഒരിക്കലും നുണ പറയാറില്ല. ഞാൻ കാത്തിരിക്കാം.
ആരാ ആരാണ് അവിടെ? ആരാ? ആരാണ്? ആരാ? ആരാണ് അവിടെ? എന്താ എന്നെ മറന്നുപോയോ? നിങ്ങൾ ആരാ? ശാന്തി, ശാന്തി, നീയോ? ആ പേടിച്ച മട്ടുണ്ടല്ലോ. ശാന്തി, ഞാൻ എന്താ നീ കോളേജിലെ ധൈര്യശാലിയായ സ്റ്റുഡന്റ് അല്ലേ? പെൺകുട്ടികൾ നിന്റെ പേര് കേട്ടാൽ വിറക്കില്ലേ ഗിരീഷ്? ഇന്ന് എന്ത് പറ്റി നിനക്ക്? നീ എന്നെ കണ്ട് പേടിക്കുന്നോ? ശാന്തി, അല്ല, നാവിറങ്ങിപ്പോയോ? ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഗിരീഷും ഞാനും മാത്രം. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞോളൂ. ഇല്ല. ശാന്തി, എനിക്ക് വേഗം പറയൂ. ശർമ്മയോട് നിന്നെ ഞാൻ പ്രേമിച്ചിരുന്നെന്നും വിവാഹം ചെയ്യാൻ മോഹമുണ്ടെന്നും നീ തന്നെയല്ലേ പറഞ്ഞത്? പറയേ, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കഥ കഴിക്കും ഞാൻ. ഇല്ല ശാന്തി, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ മാപ്പ് തരും ശാന്തി. അതെല്ലാം ഗിരീഷ്, കോടതിയിൽ നുണ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. കോടതി നിങ്ങളെ നിരപരാധികളെന്ന് കരുതി വെറുതെ വിട്ടതുകൊണ്ട് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് ധരിച്ചോ? നിയമം നിങ്ങളെ വെറുതെ വിട്ടിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ആരെയും ഞാൻ വെറുതെ വിടില്ല. ആരെയും വെറുതെ വിടില്ല. ഗിരീഷേ, ഗിരീഷേ, അമ്മേ, അമ്മേ, എന്താ മോനെ, എന്തു പറ്റി? അവിടെ അവൾ അവൾ അമ്മ അവൾ അവളോ? അതാരാ? ദുസ്വപ്നം കണ്ട് പേടിച്ചോ മോനെ? സ്വപ്നോ? ഇല്ല 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 അമ്മേ, ഇല്ല. ഇല്ലേ? സ്വപ്നായിരുന്നു. ആ ശരി ശരി, പോയി കിടന്നുറങ്ങ്. രാവിലെ നിനക്ക് കോളേജിൽ പോണ്ടല്ലേ? പോയി. ഹലോ ഹലോ ഇക്ബാൽ, ഇത് ഞാനാ ഗിരീഷ്. ഗിരീഷോ, എന്താ കാര്യം? ഇതെന്താ ഈ രാത്രിയില്? ദേ നോക്ക്, നീ എന്നോടൊന്നും ചോദിക്കണ്ട. നീ ഇപ്പൊ തന്നെ രഞ്ജിത്തിനെയും കമലിനെയും കൂട്ടി ഗേറ്റിന്റെ അടുത്ത് വാ. ഞാൻ അവിടെ കാത്തിക്കാം. വേഗം. ഓക്കെ. ഇക്ബാൽ, അല്ല ഗിരീഷ്, നീ എന്തായി പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യ. അവളെ ഞാൻ നേരിട്ട് കണ്ടു. അവള് പറയാ കോടതി നമ്മളെ വെറുതെ വിട്ടാലും അവള് നമ്മളെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു. അവളെന്നെ കൊന്നേനെ. പക്ഷെ ആ നേരത്തെ മമ്മി എന്റെ മുറിയിൽ വന്നു. അപ്പോ നിന്റെ മമ്മി അവളെ കണ്ടോ? ഇല്ലില്ല, അവൾ അപ്പോഴേക്ക് പോയി. അല്ല, എന്തായി പറയുന്നേ? അവ വന്നപ്പോ അന്ന് നമ്മൾ എല്ലാരും കണ്ടതല്ലേ? എന്തുകൊണ്ട് നിന്റെ മമ്മി മാത്രം കണ്ടില്ല? ഞാൻ പറഞ്ഞില്ലേ, മമ്മി അവളെ കണ്ടില്ല. നോക്ക്, സംഗതിയാകെ സീരിയസ് ആയി കഴിഞ്ഞു. സംഭവം ശരിയാ. ഞാനിന്ന് ശരിക്കും പേടിച്ചു പോയി. ഗിരീഷ്, എനിക്കും പേടി തോന്നുന്നു. ഇന്ന് അവൾ ഇവിടെ വന്നു, നാളെ എന്റെ വീട്ടിൽ വന്നാലോ? ശരിയാ, അവൾ ചിലപ്പോ എന്റെ വീട്ടിലും വന്നേക്കാം. നമ്മൾ എന്ത് ചെയ്യും? അവൾ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് അവളോട് മാപ്പ് നോക്കിയാ. പക്ഷെ അവൾ മരിച്ച ശേഷം ആത്മാവായി. ആരുടെ ശബ്ദം അത്? എന്താ?
ശാന്തി, അല്ല നിങ്ങൾ 4 പേർക്കും ഭ്രാന്ത് പിടിച്ചോ? അല്ല സാർ, ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഞങ്ങൾ ശാന്തി 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം കണ്ടു. അവൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. കോടതി ഞങ്ങളെ വെറുതെ വിട്ടാലും അവൾ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു. ശാന്തി മരിച്ചു കഴിഞ്ഞു മണ്ടന്മാരെ. അല്ല, വെള്ളം അടിച്ചിട്ടാണോ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? അല്ല സാർ, ഞങ്ങൾ കുടിച്ചിട്ടില്ല. ശാന്തി മരിച്ചു പോയെന്ന് ഞങ്ങൾക്കറിയാം. അത് ശാന്തി ആയിരുന്നില്ല, അവളുടെ ആത്മാവായിരുന്നു. എനിക്ക് മനസ്സിലായി. നിങ്ങൾ 4 പേർക്കും കോളേജിൽ ധാരാളം ശത്രുക്കളുണ്ട്. അവരിൽ ആരോ നിങ്ങളെ ഈ സംഭവത്തിന്റെ പേരിൽ പേടിപ്പെടുത്താൻ ശ്രമിക്കുകയായിരിക്കാം. ഇത് ആസൂത്രിതമായൊരു നീക്കമാ. നിങ്ങൾ ഇനി സൂക്ഷിച്ചിരിക്കണം. ശാന്തിയെ കണ്ടു എന്നതെല്ലാം നിങ്ങളുടെ വെറും തോന്നല. ഈ രോഗം ഒരു ഡോക്ടർക്കും ചികിത്സിക്കാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്നത് സാർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഞങ്ങൾക്ക് തോന്നിയതൊന്നുമല്ല. ഞങ്ങൾ 4 പേരും അവളെ നേരിട്ട് കണ്ടു. അവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തു. നോക്കൂ, തോന്നലാണോ എന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇക്കാര്യം മറ്റൊരാൾ അറിഞ്ഞാൽ പിന്നെ സംഗതി പ്രശ്നമാവും. കോടതിയിൽ എൻ്റെ മൊഴി കാരണം നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ അടുത്ത തവണ അങ്ങനെയാവണമെന്നില്ല. നിങ്ങൾ ഇനി കൂടുതൽ സൂക്ഷിക്കണം. പൊയ്ക്കോളൂ, പൊയ്ക്കോ. ശരി സാർ. ശാന്തി, ഈ പാതിരാത്രി ഇതാരാ? ആരാണ് നിങ്ങൾ? അകത്തേക്ക് വരട്ടെ? ആ, വരൂ വരൂ. പറയൂ, ആരാണ് നിങ്ങൾ? ശാന്തി? അതെ പ്രൊഫസർ സർ, ഞാൻ തന്നെ, ശാന്തി ഹൻസ്പാൽ. പക്ഷേ കുട്ടി ആത്മഹത്യ ചെയ്തവളാണ്. കോടതിയിൽ നിങ്ങൾ അങ്ങനെയല്ലേ മൊഴി കൊടുത്തത്? ഗിരീഷുമായി ഞാൻ പ്രേമത്തിലായിരുന്നുവെന്നും ഗിരീഷിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഗിരീഷ് വിവാഹം ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തുവെന്നും നിങ്ങൾ നുണ പറഞ്ഞു. ഞാൻ ഇത് തന്നെയാണ് കോടതിയിൽ പറഞ്ഞത് കുട്ടി. നിങ്ങളുടെ മൊഴി സത്യമെന്ന് കരുതി കോടതി അവരെ എല്ലാം വെറുതെ വിട്ടു. പക്ഷെ സത്യം മറ്റൊന്നായിരുന്നില്ലേ? നിങ്ങൾക്ക് സത്യം എന്താണെന്ന് നല്ലവണ്ണം അറിവുള്ളതല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ നുണ പറഞ്ഞു? എന്തിനു സത്യം മറച്ചു വെച്ചു? എന്തിനു അവരെ രക്ഷപ്പെടുത്തി? നോക്കൂ ശാന്തി, കാര്യം എന്താണെന്ന് വെച്ചാ. നോക്കൂ പ്രൊഫസർ ശർമ്മ, സത്യം എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും നല്ലവണ്ണം അറിവുള്ളതാണ്. ഞാനിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങളെ കൊണ്ട് സത്യം പറയിക്കും. നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ കുട്ടി എന്നെ എന്ത് ചെയ്യും? നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. അരുത് ശാന്തി, പ്ലീസ് 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 ശാന്തി, പ്ലീസ്, അരുത് അരുത്. നോക്കൂ നോക്കൂ. ഇല്ല, അത് സത്യമായിരുന്നില്ല, സ്വപ്നമായിരുന്നു.
ആരാ? ആരാ? ചേച്ചി, സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ ചേച്ചിക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാ ധാരണകളും ആ നിമിഷം തന്നെ തകർന്നു പോകും ചേച്ചി. എല്ലാം തുറന്നു പറയൂ. ഞാൻ ഗിരീഷിനെ പ്രേമിച്ചിരുന്നു എന്നത് ഒരിക്കലും സത്യമായിരുന്നില്ല. പ്രേമനൈരാശ്യം മൂലമാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്രേ. എന്റെ മരണം ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാനുള്ള നുണക്കഥയായിരുന്നു അത്. ചേച്ചി എനിക്കൊപ്പം വന്ന് സത്യത്തിന്റെ യഥാർത്ഥ ചിത്രം കാണണം. എനിക്കൊപ്പം വരില്ലേ? ആ, എനിക്ക് നടന്നത് എന്താണെന്ന് അറിയണം ശാന്തി. ഞാൻ തീർച്ചയായും നിനക്കൊപ്പം വരാം. വരാം കുട്ടി. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലല്ല. മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല ഗിരീഷ്. ഇക്ബാൽ, പ്രശ്നം ഗുരുതരമായി തുടങ്ങി. ആരും നമ്മെ രക്ഷിക്കാൻ വരുമെന്ന് കരുതണ്ട. ആ ശാന്തി നമ്മളെ ജീവനോട് വിടില്ല. ഇനി എന്ത് ചെയ്യും? ഇങ്ങനെയായാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. ഒന്നും മിണ്ടായിരിക്കടാ. ആ, ഒരു വഴിയുണ്ട്. അതെന്താ? നോക്ക്, ഈ സിറ്റിയിൽ നിന്നാൽ ആകെ കുഴപ്പാ. നാം കുറച്ചു നാളത്തേക്ക് ഈ സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ബുദ്ധി. ഓക്കെ? ഓക്കേ. ഓക്കെ. ആ, വാ. എന്താ? ആരാ? അയ്യോ, ആരാ? ശാന്തി, ശാന്തി, നീ ഇനി നിങ്ങൾക്ക് എവിടേക്കും രക്ഷപ്പെടാനാവില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ലെന്ന്. ശാന്തി, ശാന്തി, പ്ലീസ് ഞങ്ങൾക്ക് മാപ്പ് തരണം, പ്ലീസ്. എന്തിനു മാപ്പ് തരണം? നിങ്ങൾ കോടതിയിൽ സത്യം പറഞ്ഞോ? നുണയല്ലേ നിങ്ങൾ പറഞ്ഞത്? ശാന്തി, കോടതിയിൽ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. അല്ലെങ്കിലും ശിക്ഷ ഉറപ്പു തന്നെയാണ്. ഗിരീഷ്, ഞാൻ നിങ്ങളെ പ്രേമിച്ചിരുന്നോ? ഇല്ല ശാന്തി, ഇല്ല. താൻ എന്നെ കെട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തു എന്നത് സത്യമാണോ? അല്ല ശാന്തി, അല്ല. അതെല്ലാം നുണയായിരുന്നു. ഞങ്ങൾക്ക് മാപ്പ് തരണം ശാന്തി, പ്ലീസ്. ചെയ്ത തെറ്റിൽ ഞങ്ങൾക്ക് പശ്ചാത്തലമുണ്ട്. നിങ്ങൾ അതിൽ പശ്ചാത്തപിക്കുന്നു എന്നോ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ മരണത്തിന്റെ ഗർത്തത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടിപ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കുന്നു എന്നോ? റാഗിംഗ് എന്ന പേരും പറഞ്ഞ് നിങ്ങൾ എന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറി എന്നെ അപമാനിച്ചു. എന്നിട്ട് ഞാൻ മരിച്ചതിന് ശേഷവും നിങ്ങൾ എനിക്കും എന്റെ വീട്ടുകാർക്കും ചെയ്ത പേരുണ്ടാക്കി. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സത്യം പറയണം. അന്ന് എന്താണ് നടന്നതെന്ന് തുറന്നു പറയണം. വേഗം പറയേ. അന്ന് ശാന്തി, ശാന്തി, ഞങ്ങൾ നടന്നതെല്ലാം പറയാം. ഞങ്ങൾ പറയാം. പിടിച്ചോ നീ. മഴയല്ലേ?
എന്താ മോളെ ഈ മഴയത്ത് ഒറ്റയ്ക്ക് നിക്ക് നിക്ക്. വഴി മാറൂ, എനിക്ക് പോണം. ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ? ദാ നോക്കൂ, എന്നെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യും. വഴി മാറൂ. ഓ നിന്റെ ഒരു complaint. ആ, എന്തിനാ മോളെ വരൂ, വരൂ, നമുക്ക് ഒന്നിച്ച് complaint ചെയ്യാം. വരൂ. എന്നെ വിട്. എന്നെ വിട്. വിടാനാ പറഞ്ഞത്. ഭയങ്കര ശക്തിയാണ്. എന്നെ വിട്. രക്ഷിക്കൂ. 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 ആരെങ്കിലും ഉണ്ടോ അവിടെ? രക്ഷിക്കൂ. മാലതി ചേച്ചി, മാലതി ചേച്ചി, സത്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ആ ഞാൻ എല്ലാം കേട്ടു. ഇങ്ങനെ ഒരു കോളേജിൽ ലെക്ചറർ ആകേണ്ടി വന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഇവരാണോ എന്റെ സ്റ്റുഡൻസ്? ഇവർ എന്റെ സ്റ്റുഡൻസ് ആയിരിക്കാൻ യോഗ്യരല്ല. ഇവർ അപരാധം ചെയ്തവരാണ് ശാന്തി. നിനക്ക് ഇവരെ ശിക്ഷിക്കാം. അരുത്. നോ നോ മാഡം, പ്ലീസ് പ്ലീസ്, ഞങ്ങൾക്ക് മാപ്പ് തരണം പ്ലീസ് മാഡം. പണത്തിന്റെ ഹുങ്കിലും പിന്നെ ചോരത്തിളിപ്പിലും ഞങ്ങൾ അന്ധരായെന്നത് സത്യമാണ്. മാഡം, മാഡം ഞങ്ങളെ രക്ഷിക്കണം മാഡം. ഇപ്പോൾ കാല് പിടിച്ചിട്ട് എന്ത് കാര്യം? മാപ്പ് ചോദിച്ചിട്ട് എന്ത് കാര്യം? ആ സമയത്ത് ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ. നിങ്ങൾ അപരാധികളാണ്. ഞങ്ങൾ ഇനി തെറ്റ് ചെയ്യില്ല. ഇനി മേഡത്തിന് ഞങ്ങളെ രക്ഷിക്കാനാവും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ചെയ്ത തെറ്റിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണോ? ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാം ശാന്തി. ശാന്തി പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യാം. കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആയിരിക്കണം. ഒരു പെൺകുട്ടിയോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ആൺകുട്ടികൾ അവളുടെ രക്ഷയ്ക്കായി എത്തണം. അവർക്ക് സുരക്ഷ നൽകണം. നിങ്ങളുടെ സഹോദരിമാരും ഇതേ കോളേജിൽ പഠിക്കുന്നില്ലേ? അവർക്കും എന്നെ പോലെ ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല ശാന്തി, ഒരിക്കലുമില്ല. എങ്കിൽ വാക്കു തരൂ. റാഗിങ്ങിന്റെ പേരിൽ ഇനി അക്രമം നടത്തരുത്. റാഗിങ്ങിന്റെ പേരിൽ ക്രൂരത കാണിക്കരുത്. കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങൾ സുരക്ഷ നൽകണം. എന്താ കഴിയുമോ? ഇനി ഒരിക്കലും നിങ്ങൾ റാഗിംഗ് നടത്തരുത്. കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെയും ഒരു കാരണവശാലും നിങ്ങൾ റാഗിങ്ങിന്റെ പേര് പറഞ്ഞ് ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് വാക്കു തരൂ. ശാന്തി, മാലതി മാഡം, ഞങ്ങൾ ഇത് വാക്ക് തരുന്നു. ഇന്നു മുതൽ നമ്മുടെ എന്നല്ല, ഇവിടുത്തെ ഒരു കോളേജിലെ പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിന്റെ തുടക്കം ഞങ്ങൾ നമ്മുടെ കോളേജിൽ നിന്ന് ആരംഭിക്കാൻ പോവാ. അതെ മാഡം, ഞങ്ങൾ ഞങ്ങൾ വാക്ക് വാക്ക് തരുന്നു. തരുന്നു. അതെ അതെ. എങ്കിൽ ശരി, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. താങ്ക് യു ശാന്തി. താങ്ക് യു മാലതി മാഡം. താങ്ക് യു. താങ്ക് യു. ശാന്തി, സത്യം ഇപ്പോഴാണ് മനസ്സിലായത്. അതെ ചേച്ചി, പക്ഷെ ഇത് കഥയുടെ 1-ാം അധ്യായം മാത്രം. പ്രധാന ഭാഗം ഇനിയും ബാക്കിയാണ്. അന്ന് കോടതിയിൽ ദൃക്സാക്ഷിയായി വന്നത് പ്രൊഫസർ ശർമ്മയല്ലേ? എന്റെ കോടതിയിൽ ദൃക്സാക്ഷിയാകുന്നത് ചേച്ചിയായിരുന്നു. വർമാജി, ആ അലമാരയിൽ നിന്നും വേഗം സിന്ധു നദീതട സംസ്കാരം എന്ന പുസ്തകം എടുത്തു തരൂ.
वर- वर्मा जी, वर्मा जी, ആരാണ്? 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 ഞാനാണ് ശാന്തി ഹൻസ്പാൽ. ശാന്തി, ശാന്തി, ശാന്തി. എന്താ പേടിച്ചു പോയോ? ഇനിയും ഓടി രക്ഷപ്പെടാമെന്നാണോ പ്രൊഫസർ ശർമ്മ? കുട്ടി, കുട്ടി. അതെ, ഞാൻ തന്നെ. യെസ്, ശാന്തി ഹൻസ്പാൽ. പക്ഷേ പക്ഷേ കുട്ടി മരിച്ചുപോയി. മരിച്ചുപോയത് സത്യമാണ്. പക്ഷെ മരിച്ചിട്ടും എന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചില്ല. എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ നിങ്ങൾ സത്യം വെളിപ്പെടുത്തണം. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. നിങ്ങൾ എന്താ കോടതിയിൽ പറഞ്ഞത്? ഞാൻ ഗിരീഷിനെ പ്രേമിച്ചിരുന്നു. അയാൾ വിവാഹത്തിന് വിസമ്മതിച്ചപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെയല്ലേ നിങ്ങളുടെ കോടതി മൊഴി? നിങ്ങൾ എന്നെ രക്ഷിക്കാനും ശ്രമിച്ചു അല്ലേ? പക്ഷെ ശാന്തി, നോക്കൂ കുട്ടി. പ്രൊഫസർ ശർമ്മ, നിങ്ങൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി കുറ്റക്കാരായ ആ 4 സ്റ്റുഡൻസിനെയും വെറുതെ വിടുകയാണ് ഉണ്ടായത്. നിങ്ങളും തന്ത്രപരമായി അന്ന് രക്ഷപ്പെട്ടു. എനിക്ക് ദുഷ്പേരും കിട്ടി. നഷ്ടമുണ്ടായത് എന്റെ വീട്ടുകാർക്ക് മാത്രം. ആ ശാന്തി, ഞാൻ കോടതിയിൽ നുണയാണ് പറഞ്ഞത്. എന്റെ ജീവൻ രക്ഷിക്കാനായി ഞാൻ നുണ പറഞ്ഞു. എന്റെ അഭിമാനം രക്ഷിക്കാനായി ഞാൻ നുണ പറഞ്ഞു. എനിക്ക് മാപ്പ് വരൂ ശാന്തി, എനിക്ക് മാപ്പ് വരൂ. മാപ്പ് തരാനോ? ആ 4 പേരോട് പിന്നെയും ക്ഷമിക്കാം. ചെറുപ്പമല്ലേ, അതുകൊണ്ട് തെറ്റുപറ്റി പോയതാന്ന് കരുതി ക്ഷമിക്കാം. പക്ഷെ നിങ്ങളൊരു അധ്യാപകനല്ലേ? പഠിപ്പും വിവരവുമുള്ള ഒരു പ്രൊഫസർ, ശരിയല്ലേ? അധ്യാപകൻ എന്നാൽ സ്റ്റുഡൻസിന് മാതൃകയാവണം. ഒരു ആദർശവാനായിരിക്കണം. ഒരു ഗൈഡ് ആയിരിക്കണം. പിതൃതുല്യനാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്, ശരിയാണ്. അന്ന് എന്നെ ആ 4 പേരും ചേർന്ന് അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ രക്ഷയ്ക്കായി നിങ്ങളുടെ മുറിയിൽ ഓടിക്കയറി, ഒരു അഭയത്തിനു വേണ്ടി. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറയൂ. ഞാൻ പറയൂ.
വീണ്ടും നിങ്ങൾ നുണ പറയാൻ പോവുകയാണോ? അല്ല അല്ല, ഞാൻ കോടതിയെ ബോധിപ്പിച്ചത് നുണയായിരുന്നു. സത്യത്തിൽ അന്ന് നടന്നത് സാർ, സാർ, എന്നെ രക്ഷിക്കണം. സാറേ, ആ തെമ്മാടികൾ എന്റെ പിന്നാലെയുണ്ട് സാർ. ഏത് തമ്മാടികൾ? സാർ, അവരെന്റെ കൂടെ പഠിക്കുന്നവരാണ്. ഗിരീഷ്, രഞ്ജിത്ത്, കമൽ, പിന്നെ ഇക്ബാൽ. അവരെന്നെ കടന്നു പിടിച്ചു സാർ. എന്നെ രക്ഷിക്കണം സാർ, പ്ലീസ്. വാട്ട്? അതെ സാർ, എന്നെ രക്ഷിക്കൂ. ഇവിടെ ആരുമില്ലല്ലോ. ഉവ്വ് സാർ, അവർ ഒളിച്ചിരിക്കുകയാവും. ഞാൻ എങ്ങനെയോ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. കണ്ടില്ലേ സാർ, അവർ എന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയത്. സാർ, എന്നെ രക്ഷിക്കണം സാർ. സാർ, പ്ലീസ്. സാർ, പ്ലീസ് എന്നെ രക്ഷിക്കണം സാർ, പ്ലീസ്. സാർ, എന്നെ രക്ഷിക്കണം സാർ, പ്ലീസ്. പേടിക്കണ്ട. ഈ കരച്ചിൽ നിർത്ത്. സാർ, അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പേടിക്കണ്ട. സാർ, എന്താണിത്? എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? നോക്കൂ നോക്കൂ, നീ എന്റെ കയ്യിൽ വളരെ ഷേപ്പാണ് കുട്ടി. ഡോണ്ട് വറി. നോക്കൂ കുട്ടി, എന്താ കുട്ടി ഇത്? കുട്ടി നോക്കൂ, നോക്കൂ കുട്ടി, എന്താ കുട്ടി, എന്താ ചെയ്ത? ഒന്നും അവരൊന്നും ചെയ്യില്ലെന്ന ഞാനില്ല ഇവിടെ. എന്താ ഇത്? കുട്ടി എന്താ ഇത്? നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്റെ അച്ഛന്റെ പ്രായമില്ലേ? പറയൂ, നിങ്ങൾക്ക് എന്റെ അച്ഛന്റെ പ്രായമില്ലേ? അതെ, ഇതിൽ എന്നെ 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 തൊടരുത്. വിടരുത്. അടുത്തു. ഞാൻ ശാന്തി വിടൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ശാന്തി പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ശാന്തി രക്ഷിക്കൂ സാർ. ശാന്തി മുറുകെ പിടിക്കൂ ശാന്തി, എന്റെ കയ്യിൽ മുറുകെ പിടിക്കൂ. കയറി വരൂ. സാർ, എന്നെ രക്ഷിക്കൂ സാർ. ശാന്തി അകത്തേക്ക് വരൂ. കയ്യിൽ മുറുക്കി പിടിക്കൂ. അങ്ങനെ എന്റെ ഇവളെ ഞാൻ രക്ഷിച്ചാൽ പിന്നെ ഇവൾ നടന്നതെല്ലാം പുറത്തു പറയും. അതെന്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കും. അതിനും ഭേദം ഇവൾ മരിക്കുന്നതാണ്. ഇവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്താൽ ഞാൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ആരും അറിയുകയില്ല. മുകളിലേക്ക് വരൂ. മുകളിലേക്ക് വരൂ ശാന്തി. മുകളിലേക്ക് വരൂ. അങ്ങനെ ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. നോക്കൂ ശാന്തി, ഞാൻ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ എല്ലാം തകരില്ലേ. അതുകൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി ഞാൻ കുട്ടിയുടെ കൈയുടെ പിടി വെടിയിപ്പിച്ച്
കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അതാണ് സത്യം. അതാണ് സത്യം. മിസ് മാലതി, നിങ്ങൾ അപ്പോൾ അതാണ് സത്യം പ്രൊഫസർ ശർമ്മ. നിങ്ങളെക്കുറിച്ച് ഞാൻ എന്തൊക്കെ നനച്ചിരുന്നു, എല്ലാം തെറ്റിപ്പോയി. നിങ്ങൾ എനിക്ക് ബഹുമാനമായിരുന്നു, നിങ്ങൾ എനിക്ക് വിശ്വാസവുമായിരുന്നു. നിങ്ങൾ എന്റെ വിശ്വാസത്തെ ചവിട്ടി മതിച്ചിരിക്കുന്നു. ഒരു അധ്യാപകൻ എന്ന പേരിന് ചേരാത്ത പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഛേ, സ്വന്തം മകളുടെ മാത്രം പ്രായം വരുന്ന ഒരു കുട്ടിയെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ? ഞാനും നന്നേ ചെറുപ്പത്തിൽ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചു. പക്ഷെ എന്നെക്കാൾ പ്രായമുള്ള സ്റ്റുഡൻസ് പോലും എന്നെ ഒരു അമ്മയെ പോലെ തന്നെ കരുതി. പക്ഷെ നിങ്ങൾ സ്വന്തം മുഖം രക്ഷിക്കുവാൻ വേണ്ടി പാവം ശാന്തിയെ കൊല ചെയ്യാനും മടിച്ചില്ല. നിങ്ങളൊരു ഘാതകനാണ്. യു ആർ എ ബ്ലഡി മർഡറർ പ്രൊഫസർ ശർമ്മ. ഇപ്പോൾ നിങ്ങൾ ഏറ്റു പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ കൂടെ വന്ന് പോലീസിനും നിങ്ങൾക്ക് നൽകേണ്ടി വരും. ഡു യു അണ്ടർസ്റ്റാൻഡ്? സാധ്യമല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരില്ല. ഇനി എന്റെ മുഖം ഒരിടത്തും ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ തന്നെ എനിക്ക് നൽകാം മിസ് മാലതി. ഞാൻ ആ തെമ്മാടികളിൽ നിന്നും ശാന്തിയെ രക്ഷിച്ച ശേഷം സ്വയം ഒരു കഴുകനായി മാറി. എനിക്കിനി ജീവിച്ചിരിക്കാൻ അർഹതയില്ല, ഒരർഹതയുമില്ല. അധ്യാപകൻ എന്ന പേരിന് ഞാൻ തീർത്തും കളങ്കം ചാർത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ ആ കളങ്കം എന്നേക്കുമായി തുടച്ചു മാറ്റും മിസ് മാലതി, എന്നേക്കുമായി തുടച്ചു മാറ്റും. ശർമ്മ സാർ, ചേച്ചി, ഞാൻ പകരം വീട്ടിയതാണെന്ന് ചേച്ചി ഒരിക്കലും കരുതരുത് കേട്ടോ. ഇല്ല ശാന്തി, പ്രൊഫസർ ശർമ്മ മരിച്ചതിൽ എനിക്കൊരു ദുഃഖവുമില്ല. മനുഷ്യത്വം നശിച്ച ആ മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് ഈ സമൂഹത്തിന് ഇനി എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത്? കുട്ടിക്ക് നീതി ലഭിച്ചെന്ന് ഞാൻ കരുതുന്നു. ഓവ് ചേച്ചി, എനിക്ക് നീതി ലഭിച്ചു. എന്റെ ആത്മാവിന് ശാന്തിയും. ചേച്ചി, ഇനി കോളേജുകളിൽ റാഗിംഗ് ഉണ്ടാവില്ലെന്ന് ഗിരീഷും സംഘവും വാക്ക് തന്നിട്ടുണ്ട്. ഈ മിഷനെ ചേച്ചി മുന്നോട്ട് നയിക്കണം. ശരി ശാന്തി, ഞാൻ വിട പറയുകയാണ്.